ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ലിറ്റിൽ ഫ്രിക്കയിലാക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാൻ. ഇന്ന് ഞാൻ ഉദ്ദേശിച്ച വീഡിയോ ഒന്നുമല്ല. ഞാൻ ഇന്ന് എന്നാ വീഡിയോ എടുത്തത് എനിക്ക് തന്നെ അറിയില്ല. ചുമ്മാ ഒരു വീഡിയോ എടുക്കുകയാണ്. എന്നത്തെയാണെന്നും അറിയില്ല. എൻ്റെ ഒരു ഡേ മൈ ലൈഫ് പോലെ. ഇപ്പോൾ 9:11 ഇനി എന്നെ ഡേ മൈ ലൈഫ് പറയാനാ. അമ്മ പറഞ്ഞു രാവിലെ എണീറ്റ് പറയണ്ടേടി. ഞാൻ അപ്പോഴത്തേനും ആലോചിച്ചതാണ്. ഞാൻ രാവിലെ എണീക്കുന്ന പോലെ കാണിച്ച് പിന്നെ വലിയ തെങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു മുടി കെട്ടുന്ന ഇത് മുഖം വെക്കുന്ന അങ്ങനെയൊക്കെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനി നാളെ ഇടാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ലേറ്റായി പോയി. പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു, അതുകൊണ്ട് ലേറ്റായിപ്പോയി. ഇവിടെ കുറേ ബോക്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയൊന്നും എടുക്കണമല്ല, ഇല്ല കുളം ഇരുന്നോ വൃത്തിയോട് പോലെ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇന്ന് വ്ലോഗെന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഇന്നത്തെ വ്ലോഗ് തന്നെ ഒരു ഡേ മൈ ലൈഫ് ഫോർ 9 AM. അങ്ങനെ എന്നാ പറയണ്ടേ. അയ്യോ, ഇപ്പോഴത്തെ ഞാനിപ്പം പല്ല് ചേച്ചി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞേ, ഞാൻ അമ്മയോട് ഇന്നലെ പറഞ്ഞത് അമ്മ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഫോൺ ഇവിടെ കുത്തിയിട്ട് ചാർജൊക്കെ വേണ്ടേ, ചാർജ് ആയിട്ട് ഇവിടെ വെക്കണമെന്ന്. അപ്പോൾ അമ്മ എന്നെ എണീപ്പിച്ചപ്പോൾ അമ്മയും കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് ഒന്നും നടന്നില്ല. അതുകൊണ്ട് നാളെ ഇടുന്ന വീഡിയോ ഡേ മൈ ലൈഫായിരിക്കും. അതും രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്ന വീഡിയോ അങ്ങനെയൊക്കെ ഇടാം. നാളെ എനിക്ക് കുറേ സ്ഥലത്ത് പോകാനുണ്ട്. നാളെ ഇവിടെ ബാലശാലിക്ക് പോകണം. പിന്നെ അമ്പലത്തിൽ ഞാൻ ചിലപ്പം പോകും രാവിലെ. അത് തന്നെയാണോ. പിന്നെ താഴെ അമ്പലത്തിൽ എന്തോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കഞ്ഞി കുടിക്കാൻ പോലും അങ്ങനെ ചെറിയ സാധനം ജോലികളെന്നല്ല, ചെറിയ അത്. അപ്പോൾ ഞാൻ ഇപ്പം എന്നെ വീഡിയോ എടുക്കണമെന്ന് കേട്ടില്ല. അമ്മ ഇപ്പം ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോയിൽ എടുക്കാമെന്ന് വരുമ്പോൾ അമ്മ ഫുഡ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അമ്മയും അച്ഛനും കാത്തുവും ലേറ്റായിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഡേ മൈ ലൈഫ് എൻ്റെ ആയിരിക്കും. എൻ്റെ അത് പകുതി നേരം കാണുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഡേ മൈ ലൈഫ് ആകുമ്പോൾ കുറച്ച് അധികം നേരമൊക്കെ വേണ്ടേ. എനിക്കിപ്പോൾ ഫോണായതുകൊണ്ട് അമ്മയ്ക്ക് ഫോണിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് രാവിലെ ഒരു 6:30 ആകുമ്പോൾ എണീക്കാം. 6:30 എണീറ്റിട്ട് 6:30 എണീക്കില്ല കേട്ടോ, കൂടിപ്പോയ 7 ആകും കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുന്നത്, എന്നാലേ എണീക്കും. ഒരു 6:30 ആകുമ്പോൾ എണീറ്റിട്ട് അങ്ങനെ ആ സമയത്ത് വീഡിയോ തുടങ്ങിയിട്ട് ഒരു 9 ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യും. 9:45 10 ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യും. അപ്പം 6 7 8 9 5 മണിക്കൂറുണ്ട്. അത് നമുക്ക് റെഡിയാക്കാം. എങ്ങനെയെങ്കിലും റെഡിയാക്കി ഒരു ഡേ മൈ ലൈഫ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇടുന്നതായിരിക്കും. അപ്പോഴത്തെ ഇപ്പം ഇവിടെ ഞാൻ തുറന്നില്ല കേട്ടോ. ഇപ്പം ഇവിടെ തുറന്നു വന്നേ ഉള്ളൂ. ഇപ്പം കണ്ടോ നല്ല ഭംഗിയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടം അടിക്കുക, നല്ല അത് കണ്ടമായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. കുറച്ചിങ്ങനെ അടിക്കാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. മിണ്ടായിരിക്കും കാക്കയുടെയും വേറെ എന്തൊക്കെ കുരുവികളുടെയും അങ്ങനെ ബേഡ്സിൻ്റെ ശബ്ദം കേൾക്കാം. ബേഡ്സ് ഫ്രണ്ട്സ്, ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ എന്ത് ഇതൊക്കെ എന്നതാണത്. ഞാനും അവളും കൂടെ മല്ല് പിടിക്കുന്നത്. അവളുടെ മുഖത്തും കാണും ഇത്രയും പാടൊക്കെ. അപ്പം ഫ്രണ്ട്സ്, ഞാൻ എന്നാ പറയണ്ടേ. അവളും അച്ഛനും കൂടെ ഇപ്പോൾ കടയിൽ വരെ പോയേക്കുവാണ്. അത് പതിവാണ്. എല്ലാ
സാറ്റർഡേയും സാറ്റർഡേ ഇല്ലേ അതെ എല്ലാ സാറ്റർഡേയും അവൾ എന്നാ അച്ഛനുമായിട്ട് എവിടെയെങ്കിലും രാവിലെ അല്ല ഒരു 8:45 ആകുമ്പം അച്ഛനും അവൾ റെഡിയായിട്ട് പോകും. പോകുന്നതായിരിക്കും, എവിടെയെങ്കിലും പോകും. അപ്പം ഞാൻ എണീറ്റ് കാണില്ല. ഞാൻ 6 മണിക്കൊക്കെ എണീക്കാൻ പറയുന്നത്. പക്ഷേ സ്കൂളിലുള്ള സമയത്ത് 6 ഒരു 5 ആകുമ്പം എണീക്കും. ഞങ്ങൾ ട്യൂഷൻ ടീച്ചർ കൊണ്ടുണ്ട് 5 ആകുമ്പോൾ എണീക്കും. നമ്മൾ 5 ആകുമ്പോൾ എണീക്കും. അത് കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിക്കും കുറച്ച് നേരം. ഇപ്പം 2 ദിവസമായിട്ട് രാവിലെ എണീക്കുന്നില്ല കേട്ടോ. സ്കൂൾ ടൈമിൽ ഒരു 6:45 ആകുമ്പോൾ എണീക്കുന്നുള്ളൂ. ഇപ്പം നേരത്തെ ഞാൻ 5 ആകുമ്പോൾ എണീറ്റിട്ട് പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ വിഷയവും ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടും. എനിക്ക് 9 ആകുമ്പോൾ അച്ഛനെ കൊണ്ടുവിടുന്നത്. 9 ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി. 5 കഴിയുമ്പോൾ 5, 6, 7, 8, 9, 10 6 മണിക്കൂറുണ്ട്. അല്ല 10 5 മണിക്കൂറെങ്ങാനുണ്ട്. അപ്പോഴത്തേനും അങ്ങനെ ഇരുന്ന് പഠിക്കും. അപ്പോൾ സമയമൊക്കെ കിട്ടുന്നുണ്ട് പഠിക്കാനുള്ള. നമുക്കിപ്പോൾ രാത്രി പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ആയിട്ട് നിന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്യൂഷൻ ടീച്ചറിന് പഠിച്ചതിൽ അയച്ചു കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ഇന്ന് ട്യൂഷൻ 11 മണിക്കാണ്. അപ്പം ഇന്നലെ എന്നെ കാറ്റുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയുള്ള കാറ്റ് ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. സ്കൂൾ ബസ്സിൽ ഇങ്ങോട്ട് സ്കൂൾ ബസ്സിലാണ് കേട്ടോ. ഇങ്ങോട്ട് സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾ കൊണ്ടുപോയി. എന്നെ കാറ്റായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു ഇന്നലെ. അതുകൊണ്ട് ഇന്ന് ട്യൂഷൻ വെച്ചില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ അല്ല, ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ ഒരു 11 ആകുമ്പോൾ ട്യൂഷൻ ഇടാന്നാണ് പറയുന്നത്. ട്യൂഷൻ ഒന്നെങ്കിൽ ഞാൻ നടന്നു പോകും, ഇല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുപോകും. ഞാൻ ഇങ്ങനെ നോക്കുന്നത് അവിടെ എന്തോ വട്ടം പറക്കുന്നതല്ലേ, പരുന്താണോ ഇല്ല വേറെ എന്തെങ്കിലും ആണോ എനിക്കറിയില്ലേ. ഒരു ചെറിയ സാധനം ഞാൻ കാണിച്ചു തരാം. അയ്യോ എങ്ങോട്ട് പോവാ, കാണിച്ചു തരാൻ പറ്റുമോ നോക്കണം. അയ്യോ എനിക്ക് പോയോ ഫ്രണ്ട്സ്, അതാ എൻ്റെ അടികൂടെ പോയി. ഞാൻ അതെ 2 കൂടെ ഉണ്ട്. കാണാമോ? ഇല്ല അല്ലേ, കാണുന്നില്ല അല്ലേ. അതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വെട്ടം അടിക്കുകൊണ്ട് അവിടെയാണ് ഉദിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വെട്ടടിക്കുമ്പോൾ ഇത് റിഫ്ലക്റ്റ് പറയണ്ട, അത് ചെയ്യുമ്പോൾ കാണില്ല. ഇന്നാണ് ഒരു മൂഡില്ല ഒരു എന്നെ വീഡിയോ എടുക്കണം. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണം, എന്നെ വീഡിയോ എടുക്കണമെന്നറിയില്ല. ഞാൻ ഇത് വളർന്നു ഫ്രണ്ട്സ്. അപ്പോഴത്തെ ഞാൻ താഴോട്ടൊക്കെ പോയി ഗ്രാമമല്ലല്ലോ, മിറ്റം ഭംഗി ആസ്വദിക്കും. ഞാൻ താഴെ പോട്ടെ, ജസ്റ്റ് അടച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് വാഷിംഗ് മെഷീൻ തുണിയിട്ടാ കിടക്കത്തോടെ കിടക്കും. പിന്നെ കിടക്കല്ലേ, നമ്മളും കൂടെ അതിനകത്താവുക നല്ല കിടക്കറങ്ങി. ഫ്രണ്ട്സ് ഇനി നമുക്ക് തടയ്ക്കണ്ട, ഇനി ഇരിക്കട്ടെ. നമുക്ക് ഇനി താഴോട്ട് ഇറക്കാൻ തന്നെ താഴെ പോവാം. ഫ്രണ്ട്സ് അച്ഛൻ്റെ കാർ ഇവിടെ ഇട്ടേക്കുമായിരുന്നു. ഇന്നലെ ഞങ്ങൾ ഇതേല സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ നേരെ ഇങ്ങോട്ട് തന്നെ ഞങ്ങൾ ഇട്ടു, നനയട്ടേന്നൊക്കെ വിചാരിച്ചു. അമ്മ അടുക്കള എന്തൊക്കെ പണിയിലാണ്. ഫ്രണ്ട്സ് ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് വന്നത് ഒരു സാധനം, ഞങ്ങളൊരു പൂവാണ്. അത് ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് ആദ്യത്തെ പൂവ് അത് വളർന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം മുട്ടൊക്കെ കണ്ടായിരുന്നു, അതിൽ വളർന്നെന്ന് കാണിക്കുമ്പോൾ ഇത് നല്ല ഭംഗിയാണ് കാണാൻ, പൂ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ മണക്കുമ്പം വേറെ എന്തോ ഇതാണ്. അമ്മ എന്നെ വിളിക്കുന്നുണ്ടെന്ന് ചോദിക്കട്ടെ. ഫ്രണ്ട്സ് അമ്മ പറഞ്ഞു ഇവിടെ പാല് ചേച്ചി വരും, പാല് തരാനുള്ള ചേച്ചി വരും. ആ ചേച്ചി ഇവിടെയാണെന്നും പാല് വന്നത്. പാല് വന്നതെന്ന് നോക്കാൻ പറഞ്ഞാണ്. അപ്പോൾ പാല് വന്നിട്ടുണ്ട്, നമുക്ക് എടുത്തു കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ ഈ പൂവിൻ്റെ കഴിവട്ടെ. ഈ പൂ ഞങ്ങളുടെ ആ സൈഡിൽ, പക്ഷെ അവിടെ വളർന്നില്ല, ഇവിടെ വളർന്നു. കൊള്ളാം, എനിക്കത് പറിക്കണമെന്നുണ്ട്. അമ്മ ഇതിന് വേറെ എന്തോ
മണമാ. ക്യാമറ അല്പനേരം അവിടെ കണ്ട ചെടി നോക്കണമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇരുന്നു. അയ്യോ തന്നെ ഇതിന് ഏതോ ഒരു സ്മെല്ലുണ്ട്. ഞാൻ പറയാം, ഇതിനെന്തോ ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. നമ്മുടെ അയ്യോ ഇതിനെന്തോ സ്മെല്ലുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാവേ. ഇത് കാണാൻ നല്ല ഭംഗിയാണേലും ഇഞ്ചി മറ്റേ ഒരു വെളുത്തുള്ളി, അത് തന്നെ വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് ഫ്രണ്ട്സ്. ഇത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണുമായിരിക്കും. ഞാൻ പക്ഷേ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. നേരത്തെ ഉണ്ടായെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല ഉണ്ടായത്, രണ്ടാമത്തെ പ്രാവശ്യം കണ്ടാ. പക്ഷെ നേരത്തെ കുറേ ഉണ്ടായെന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അപ്പോൾ ഫ്രണ്ട്സ് പിന്നെയുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടി ഇതാണ്. ഇത് ഞാൻ വെച്ച ചെടിയായതുകൊണ്ട് എനിക്കൊരു എന്നുവെച്ചാൽ ജസ്റ്റ് ഞാൻ വെച്ച ചെടിയാണ്. നിറച്ച് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസമല്ലേ. നേരത്തെ ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം മുട്ടുണ്ട് കേട്ടോ. ഉണ്ടോ പൂത്ത് നിൽപ്പുണ്ട്. ഇവിടെ നോക്കി ഇങ്ങനെ കാണാം. പൂത്ത് നിൽപ്പുണ്ട് ഫ്രണ്ട്സ്, പൂത്ത്. പിന്നെ ഇത് ഇതിലാണ് ഇത് ഇതിനകത്തത് പൊട്ടിക്കുമ്പോൾ ഒരു കറ വരും. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കാറുണ്ട്. എനിക്കതങ്ങനത്തെ ചില ചെടികളൊക്കെ ഇഷ്ടമാണ്, ചിലത്. പിന്നെ എനിക്കിഷ്ടമുള്ളതാണ് ഇത്. ആ ദിവസം എന്നും ഉണ്ട്, എന്നും ഏതെങ്കിലും ദിവസം ഒരെണ്ണം ഉണ്ട്. എൻ്റെ ഇവിടെ ഒരു പൂ വളർന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് അങ്ങോട്ട് പോകണോ എന്നാന്ന് എനിക്ക് ഡൗട്ടാണ്. ഹായ്, കൊള്ളാം ഫ്രണ്ട്സ്. ഇത് കണ്ട പച്ചപ്പിൻ്റെ മുകളിൽ കൂടെ ഒരു എന്നാ വേണ്ട ഒരു പർപ്പിൾ കളർ ചെടികൾ, പൂക്കൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ, കാണുന്നുണ്ടോന്ന്. പിന്നെ ഈ പൂവാണ് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നില്ലേ, അങ്ങനത്തെ പൂവാണിത്. ഇത് കുറേ പ്രാവശ്യം വളർന്നിട്ടുള്ളതായിരുന്നു. ഒറ്റയോടെ ഉള്ളായിരുന്നു കേട്ടോ. ഇത് പറിച്ച് ഇപ്പം ഫ്രണ്ട്സ് അവർ വന്നത്, അതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഓടി. ഇപ്പം ഈ പൂ അങ്ങനത്തെയാണ്. ഞാൻ ഇപ്പം എന്നത്തെ അമ്മ എന്തോ പറഞ്ഞായിരുന്നു, പാലെടുക്കാം. നിങ്ങൾ പോലെയൊക്കെ ഞാൻ അതിനകത്ത് ഇവിടെ പോകും. ഇതാണ് കണ്ടോ, ഈ പാലെടുക്കാനാണ് ഞാൻ പോകുന്നത്. അയ്യോ, ഇത് അതേ കൂടെ എടുക്കാൻ എനിക്ക് മടിയാണ്. അതാണ് ഇങ്ങനെ കുഞ്ഞൊന്നും നിൽക്കണ്ടേ. കണ്ടോ പാൽ എന്നെ ഇവിടെയാണ് എടുക്കുന്നത്. ചിലവരൊക്കെ ആലോചിക്കും പാലിൻ്റെ വരെ ചെടിയാണോ എന്നും പറയുന്നത്. അപ്പം ഇത് നമുക്ക് നേരെ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കാം ഫ്രണ്ട്സ്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതുകൊണ്ട് ഈ ചെടി ഇതിനൊരു പൂവുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാനേ. ഈ ഭാഗത്ത് കുറേ ചെടിയാണ്. ഇതുണ്ടോ, ഇത് നമുക്ക് നേരത്തെ ഉള്ളത്. ഞാൻ ഇവിടെയാണ് ചെടിയുള്ളത് കാണിച്ചത്. ഈ ചെടി ഇതിൻ്റെ പൂവുണ്ട്. സോ നൈസ്. പിന്നെ ഇതൊക്കെ എപ്പോൾ വളർന്നു ഫ്രണ്ട്സ്? 2, 3, 4 എണ്ണം ഉണ്ട് അങ്ങനത്തെ. എപ്പോൾ വളർന്നെന്നറിയില്ല. പിന്നെ ഉള്ളത് ഇതൊക്കെ അമ്മ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്, അറിയാലോ. ഇത് റോസ്, ഇത് മുല്ല. ചില സാധനങ്ങൾ അറിയാം കേട്ടോ. ഇത് മറ്റേ വാടുവരാത്ത സാധനമില്ലേ, അത് അറിയില്ല. ഇതെന്തോ ഹായ് പൂമ്പാറ്റ ഫ്രണ്ട്സ്.
ഇനി ഇത് നാരകോ അങ്ങനെയും കണ്ട, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. അങ്ങോട്ടൊക്കെ എന്തൊക്കെ ചെടിയുണ്ട്, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ കാണിച്ചിട്ടുള്ളതല്ലേ ചെടി? കാണിച്ചിട്ടുണ്ടോ അറിയില്ല. കറ്റാർവാഴ, ചില കറ്റാർവാഴ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോകണ്ടാവുന്ന എന്തൊക്കെ ചെടിയാണ് എനിക്കറിയില്ല. ഈ ചെടിയാണ്. ഹായ്, കൊള്ളാം ഫ്രണ്ട്സ്. ഈ ചെടീനെ കണ്ടോ? ഈ ചെടി എനിക്ക് ഈ ചെറിയ ഈ കളറൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫ്രണ്ട്സ് ഇതുണ്ടോ? ഈ ഇല അങ്ങനെയൊക്കെ ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ അകത്ത ഉള്ളിലാണ് കിടക്കുന്നത്. കാണിച്ചുതരാം. ഇത് വെള്ള, അതിൻ്റെ അവിടെ അടുപ്പിച്ചാണ്. ഇതൊക്കെ നല്ല ഷേപ്പായിട്ട് കട്ട് ചെയ്യും, നല്ലതായിരിക്കും. അറിയില്ല, ഇതറിയാമല്ലോ. മാവ്, ഇത് മുള്ള് ചെടി. ഫ്രണ്ട്സ് ഇത് മുല്ലയാണ്. ഇത് മറ്റേ വേറെ ഏതോ സൈസ് മുല്ല. അതിൻ്റെ അകത്ത് പൂവൊക്കെ വളർന്നിരിക്കുന്നത് അതൊക്കെ മറ്റേ ഇതാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തെ കൊണ്ട് തോറ്റു. ശംഖുപുഷ്പം എല്ലാ ചെടി ഇങ്ങനെ വലം വെക്കും. നിങ്ങൾക്ക് ബോറടിക്കുന്നതോടെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട്. പിന്നെ ഇത് തുളസി. ഈ തുളസിക്ക് നല്ല സ്മെല്ലാണ്. ഈ തുളസി ഞങ്ങൾക്ക് നേരെ എൻ്റെ ആ പ്ലാവ് നിൽക്കുന്ന അവിടെ ഇല്ലേ, അവിടെ ഉണ്ടായിരുന്നു. അത് നിറച്ച് വലുതായിരുന്നു. അതിങ്ങനെ വെട്ടിക്കളയുന്നു ഇതിന്. അപ്പോഴത്തേക്ക് ജനയൊക്കെ തുറന്ന് അതിൻ്റെ ആ സ്മെല്ലിങ്ങനെ അകത്തോട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ. അങ്ങനെ ചെയ്യുമായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്നാണോ ഇങ്ങനത്തെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല. മടുപ്പ്. ശരി, ഞാനാകുമ്പോൾ നമുക്ക് കുറേ ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ പിന്നെ വീട്ടിൽ പോയി ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നതൊക്കെ പറയാം. പക്ഷെ വീട്ടിലെത്തുമ്പോൾ ഒന്നുമില്ല. ഭയങ്കര മടി. ഞാൻ എന്നെ തന്നെ കാണിക്കുക. ഇനി എന്താ പറയണ്ടേ? ഞാനതാ പോലെ ഒന്നും പറയാനില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ 9:30 കുറച്ച് പേർക്കായിരുന്നു. 9 സമയം വരെ എനിക്ക് മറന്നു. ഇനി എനിക്കൊന്നും പറയാൻ. അതപ്പോൾ ആലോചിച്ച് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്, എടി നിൻ്റെ വീട്ടിൽ തിയേറ്ററില്ലടി, അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണേ, എനിക്കതൊന്ന് കാണാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വരുന്നതായിരിക്കും. ഇന്ന് ചെറിയ വീഡിയോ ഇടുന്നതായിരിക്കും. ചിലപ്പോൾ നാളെ ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ തിയേറ്ററിൻ്റെ ആ വീഡിയോ ഒന്ന് കാണിക്കടി, തിയേറ്ററിൻ്റെ അതൊന്ന് കാണിക്കടി എന്നൊക്കെ പറഞ്ഞാൽ കുറേ പ്രാവശ്യം പറയുന്നത്. അവളുടെ പേര് ഋത എന്നാണ്. അപ്പോൾ ഋതയാണ് പറഞ്ഞത്. അവൾക്ക് എന്നാ ഇങ്ങനെ കാണിക്കും, ഞാനിങ്ങനെ ലൈക്ക് ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെയാണല്ലോ, കഴിഞ്ഞ ദിവസം കണ്ട് എനിക്ക് പറഞ്ഞതാണ്. 2-3 ദിവസമായി പറയുന്നത്, ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ ശനിയും ഞാനും വേട്ടടി, അപ്പം ഞാൻ ഇടാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേനും തിയേറ്ററിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. തിയേറ്ററിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇതൊരു ചെറിയ വീഡിയോ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് എല്ലാവരും. ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് 63 സബ്സ്ക്രൈബറാണുള്ളത്. ഇനി നമ്മൾ കൂട്ടണം സബ്സ്ക്രൈബർ. നമുക്കൊരു എന്നാ പറയണ്ടേ, ഒരു 100 കൂടുതലാവണമെന്നാണ് എൻ്റെ ഒരു ഇത്. വലിയൊന്നും എന്നാലും 100 കൂടുതലാവണമെന്നാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാം ചെയ്യേണ്ടതാണ്. അപ്പോഴത്തേനും ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ. അപ്പം ഇന്ന് ഞാൻ കാണിച്ചെന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ രാവിലെ എണീറ്റ് കുറേ സാധനങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെ ഞാൻ കാണിച്ചു. ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ല വീഡിയോ. എന്നാലും ഞാൻ നാളെ ഒരു വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യുക.
ബൈ.